വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ രണ്ട് അടിപൊളി ഡ്രിങ്ക്സാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇതിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. പച്ചമാങ്ങയും സ്ട്രോബെറിയും ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കാനും പറ്റിയ ഒരു ഒന്നാന്തരം ജ്യൂസാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 5-6 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട്, അതായത് ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കണം എന്നില്ല. ഇതുപോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. ഇത് ഞാൻ അരച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് നല്ല റെഡ് കളറിലുള്ള സ്ട്രോബെറിയാണ് ഇവിടുന്ന് കിട്ടിയിരുന്നത്. കളറ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നല്ല കളറുണ്ട്. ഇതുപോലെ നമുക്ക് പച്ചമാങ്ങയും അരച്ചെടുക്കാം. ഒരു ചെറിയ പച്ചമാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചമാങ്ങയിൽ കുറച്ച് വെള്ളം ചേർക്കണം. അരക്കുമ്പോൾ ഒരു 1/4 കപ്പ് വരെ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുക്കുക. രണ്ടും നല്ല പേസ്റ്റ് പോലെ അരച്ചതിന് ശേഷം നമുക്ക് ഡ്രിങ്ക്സ് റെഡിയാക്കാം. ആദ്യം ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പച്ചമാങ്ങ 3-4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഒരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ ഷുഗർ സിറപ്പ് ചേർക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ ബേസിൽ സീഡ്സ് കുതിർത്തത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പൊങ്ങിയ ബേസിൽ സീഡ്സ് ആയിരിക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വരെ വെള്ളം ചേർക്കാം. നന്നായിട്ട് തണുത്ത വെള്ളമായിരിക്കണം. എന്നിട്ട് ഇതിവിടെ മാറ്റി വെക്കാം. ഇനി മറ്റൊരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച സ്ട്രോബെറി 3-4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചേർക്കാം. ബേസിൽ സീഡ്സും കൂടി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്കും ഒരു 1/4 കപ്പ് വരെ തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് സോഡയാണ്. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത സോഡയാണിത്. ഈ ഗ്ലാസിൻ്റെ ബാക്കി വരുന്ന ഭാഗം മുഴുവൻ നമുക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി 2 ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സ്ട്രോബെറിയും പച്ചമാങ്ങയും അരച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും. ഷുഗർ സിറപ്പ് ഞാൻ സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ 2 ഡ്രിങ്ക്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്